INS വിക്രമാദിത്യയിലെത്തിയ പ്രധാനമന്ത്രി സംയുക്ത സൈനിക മേധാവികളുമായി ചർച്ച നടത്തുകയാണ്. ബിജേഷ് ചേരുന്നു. ബിജേഷ്, വാർ റൂമിൽ ഇനി ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞോ? ഒരുപക്ഷെ സുപ്രധാന ചർച്ചയാണ് നടക്കുന്നത്. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പുരോഗമിക്കുകയാണോ? തീർച്ചയായിട്ടും ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് വിവരം ലഭിച്ചിരിക്കുന്നത്. INS വിക്രമാദിത്യയിലാണ് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ 3 സൈനിക മേധാവികളുടെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും ചർച്ച പുരോഗമിക്കുന്നത്. 3 സൈനിക മേധാവികളും അടക്കം 150 അംഗ സംഘമാണ് ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം പ്രധാനമന്ത്രിയെ കൂടാതെ തന്നെ മനോഹർ പരീക്കർ, കേന്ദ്ര പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കറും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ദില്ലിക്ക് പുറത്ത് ഇത് ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു ചർച്ച നടക്കുന്നത്. വാർ റൂം ചർച്ച, 3 സൈനിക മേധാവികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വാർ റൂം ചർച്ച ദില്ലിക്ക് പുറത്ത് ആദ്യമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത, ആഴക്കടലിന്റെ നടുവിൽ INS വിക്രമാദിത്യയിൽ തീരത്ത് നിന്നും 41 നോട്ടിക്കൽ മൈൽ അകലെയിലാണ് INS വിക്രമാദിത്യയുള്ളത്. അവിടെ ഇത്തരത്തിലൊരു ചർച്ച നടക്കുന്നു എന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട്. വരും വർഷങ്ങളിൽ ഏത് രീതിയിലായിരിക്കണം 3 സേനകളുടെയും നീക്കം, 3 സേനകൾക്ക് വേണ്ട മാറ്റങ്ങൾ എന്തൊക്കെ, 3 സേനയിൽ ഈ കഴിഞ്ഞ വർഷം 2015 ഏത് രീതിയിലായിരുന്നു സേനയുടെ പ്രവർത്തനങ്ങൾ എന്നീ കാര്യങ്ങളെല്ലാം തന്നെ 3 സേനാ മേധാവികളും വിശദമാക്കുന്നുണ്ട്. അതിനുശേഷം ആണ് ഇനി വരും വർഷങ്ങളിൽ ഏത് രീതിയിലായിരിക്കണം സേന മുന്നോട്ട് പോകേണ്ടത്, ഏതൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ സേനയ്ക്ക് വേണം, പുതിയ ഉപകരണങ്ങളുടെ കാര്യം അടക്കം 3 സേനയും പൂർണ്ണമായിട്ടും സജ്ജമാക്കി ഏത് സിറ്റുവേഷൻ നേരിടാനും തയ്യാറാക്കി നിർത്തുന്നതിനുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 1:10 ചർച്ച അവസാനിക്കും. അതിനുശേഷം INS ഗരുഡ വ്യോമത്താവളത്തിൽ പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ വന്നിറങ്ങും. അവിടുന്ന് അദ്ദേഹം 2 മണിയോടുകൂടെ കൊല്ലത്തേക്ക് യാത്രയാകും.